ഏപ്രിൽ 26 നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഒരു മണ്ഡലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പ്രധാനമായ കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ നിലവിൽ രാജ്യസഭാ അംഗമായ ശ്രീ കെ.സി. വേണുഗോപാൽ അവിടെ മത്സരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ 2019 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 20 സീറ്റിൽ ഒരേ ഒരു സീറ്റ് മാത്രമാണ് LDFന് ലഭിച്ചത്. അത് ആലപ്പുഴയായിരുന്നു. ആലപ്പുഴയിൽ നിന്നുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആലപ്പുഴയിൽ വിജയിച്ചത് വളരെ തുച്ഛമായ ഒരു ഭൂരിപക്ഷത്തിലായിരുന്നു എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. ഷാനിമാൾ ഉസ്മാൻ എന്ന് പറയുന്ന UDFന്റെ സ്ഥാനാർത്ഥിയാണ് ആസിഫ് എന്ന് പറയുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി 10,000-ൽ ചില്ലുവാന വോട്ടിന് പരാജയപ്പെടുത്തിയത്. ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നതൊന്നും ഒരു വലിയ ഭൂരിപക്ഷമല്ല. അവിടെ താരതമ്യേന അല്പം കരുത്തുണ്ട് എന്ന് കരുതുന്ന ഒരു സ്ഥാനാർത്ഥി മൂന്നാം മുന്നണിയായി മത്സരിച്ചിരുന്നു. ഡോക്ടർ KS രാധാകൃഷ്ണൻ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച് അദ്ദേഹവും നല്ല ഒരു ശതമാനം വോട്ട് അവിടെ നേടിയ ആളാണ്. ഒരു പക്ഷേ BJPയുടെ സാന്നിധ്യം കൊണ്ടാവാം UDF സ്ഥാനാർത്ഥിക്ക് പരാജയം ഉണ്ടായത് എന്ന കണക്ക് കൂട്ടലുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ അല്പമൊക്കെ വാസ്തവമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ശ്രീ KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 2 പ്രാവശ്യം ആലപ്പുഴയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. അസംബ്ലിയിലേക്കും പാർലമെന്റിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ട ചരിത്രമുള്ള, അവിടുത്തെ ഓരോ തരി മണ്ണും നന്നായി അറിയാവുന്ന ഒരാളാണ് ശ്രീ KC വേണുഗോപാൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അദ്ദേഹത്തിന് ഇന്നുള്ള സ്ഥാനവും വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ളതും പൊതുസമൂഹം നന്നായി മനസ്സിലാക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ശ്രീമാൻ രാഹുൽ ഗാന്ധിയെ നിഴല് പോലെ പിന്തുടരുന്ന ഒരു യുവ നേതാവാണ് ശ്രീ KC വേണുഗോപാൽ എന്ന് പറഞ്ഞാലും അധികപ്പറ്റാവുകയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ ശ്രീ ആരിഫ്, അദ്ദേഹത്തിനും തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. അദ്ദേഹം നിലവിലുള്ള ആലപ്പുഴയുടെ MP ആണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 20 പേരിൽ ഒരാളെന്ന രീതിയിൽ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടയാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു 2ാം ഊഴം ലഭിക്കാനായി വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല എന്നതൊക്കെ പരിഗണിച്ചാണ് അദ്ദേഹത്തെ അവിടെ സ്ഥാനാർത്ഥിയായി വീണ്ടും നിശ്ചയിച്ചത്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം അവിടെ പല സമവാക്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. സാമുദായികമായി ഏതെങ്കിലും ഒരു പ്രത്യേക കക്ഷിയെ പിന്തുണയ്ക്കുന്ന ഒരു പാരമ്പര്യമല്ല ആലപ്പുഴയ്ക്കുള്ളത്. ആലപ്പുഴ പൊതുവെ ഒരു UDF അനുകൂല അന്തരീക്ഷമുള്ള മണ്ഡലമാണ്. എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കരിമണൽ വ്യവസായവുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളും ആരോപണങ്ങളും അതുമായി CPMന് ഉണ്ടായിട്ടുള്ള പരോക്ഷവും പ്രത്യക്ഷവുമായ ബന്ധങ്ങളും മാസപ്പടി വിവാദവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ആലപ്പുഴ എന്നത് നാം കാണേണ്ടതുണ്ട്. അതൊക്കെ ജനങ്ങളുടെ മനസ്സിൽ ഏത് തരത്തിലാണ് സ്വാധീനം ചെലുത്തിയിരിക്കുന്നത് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാത്രമേ കൂടുതൽ വ്യക്തമാവുകയുള്ളൂ. അവിടെയൊക്കെ KC വേണുഗോപാലിന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞാൽ അധികപ്പറ്റാവുകയില്ല. വേറെ ഒന്ന് എടുത്തു പറയേണ്ടതായ കാര്യം, ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ മുന്നണിയിൽ വളരെയേറെ വിഭാഗീയത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ആലപ്പുഴ. പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അവിടെ വളരെയേറെ സീനിയറായ നേതാക്കന്മാർ
പല തട്ടിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. ശ്രീമാൻ ജി സുധാകരനെ പോലെ, ഡോക്ടർ തോമസ് ഐസക്കിനെ പോലെയൊക്കെയുള്ള നേതാക്കന്മാരുടെ കർമ്മമണ്ഡലമാണ് ആലപ്പുഴ. എന്നാൽ ഡോക്ടർ തോമസ് ഐസക്കിന് ഒരു നിമിഷം പോലും ആലപ്പുഴയിൽ നിൽക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. കാരണം അദ്ദേഹം ഇപ്പോൾ പത്തനംതിട്ടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. മുൻ മന്ത്രി ശ്രീ ജി സുധാകരൻ ആലപ്പുഴയിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. എന്നാൽ അദ്ദേഹം കഴിഞ്ഞ കുറെ കാലമായി CPM-യുമായുള്ള ബന്ധത്തിൽ വളരെയേറെ അസ്വാരസ്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുതിർന്ന നേതാവാണ്. അതുപോലെ തന്നെ ആലപ്പുഴയിൽ നടന്നതായിട്ടുള്ള പല രാഷ്ട്രീയ സംഘടനകളുമൊക്കെ അദ്ദേഹം നന്നായി കാണുകയും അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആലപ്പുഴയുടെ വിഭാഗീയത അവിടുത്തെ സ്ഥാനാർത്ഥിക്ക് കുറച്ചെങ്കിലും ദോഷം ചെയ്യും എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വിലയിരുത്തൽ. UDF-നെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് പ്രധാനപ്പെട്ട കക്ഷി. കേരള കോൺഗ്രസിന്, ജോസഫ് വിഭാഗത്തിന് അല്പം സ്വാധീനമുണ്ട്. മുസ്ലിം ലീഗിനും സ്വാധീനമുള്ള ഒരു മേഖലയാണ് ആലപ്പുഴ. തീരപ്രദേശത്തുള്ള ആളുകളൊക്കെ UDF അനുഭാവികളാണ് പൊതുവെ പറയുമ്പോൾ. മാത്രവുമല്ല, ശ്രീ KC വേണുഗോപാലിന്റെ ഇപ്പോഴത്തെ താരശോഭ അദ്ദേഹത്തിന് ഏറെ ഗുണം ചെയ്യും എന്നതിനെ കുറിച്ചും വിലയിരുത്തലുകൾ ഉണ്ട്. ശ്രീമാൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി പ്രചരണത്തിന് വരുമ്പോൾ അതിൻ്റെ അലകൾ ആലപ്പുഴയും അടിക്കും എന്ന് തന്നെ വേണം കരുതാൻ. അദ്ദേഹത്തിന് ശ്രീ KC വേണുഗോപാലിനെ വിജയിപ്പിക്കേണ്ടത് ശ്രീ രാഹുൽ ഗാന്ധിയുടെയും കൂടി ഒരു ആവശ്യമായി മാറുമ്പോൾ ആലപ്പുഴ തീർച്ചയായും ഇളകി മറിയും ശ്രീ രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി എന്നാണ് പൊതുസമൂഹം കാണുന്നത്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ഏറെ ദിവസങ്ങൾ തെരഞ്ഞെടുപ്പ് നടക്കാനായി ഇനിയുമുണ്ട്. ഏതാണ്ട് 1.5 മാസത്തോളം എന്ന് തന്നെ പറയാം. 40 ദിവസത്തോളം ഇനിയും പ്രചരണത്തിനുണ്ട്. അടിയൊഴുക്കുകളൊക്കെ ശക്തമാകാൻ പോകുന്നതേ ഉള്ളൂ. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെറും 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇടതു മുന്നണി വിജയിച്ച ഒരു മണ്ഡലത്തിൽ അട്ടിമറി സംഭവിച്ചാൽ, അല്ലെങ്കിൽ അവർക്ക് ആ സീറ്റ് നഷ്ടപ്പെട്ടാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. എന്നാൽ അവിടെ ഇപ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു വിശേഷത, മൂന്നാം മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വളരെ സീനിയർ ആയിട്ടുള്ള BJP-യിലെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുകയാണ്. ശ്രീമതി ശോഭാ സുരേന്ദ്രന് പൊതുവെ BJP-യിൽ വലിയ ഒരു തീപ്പൊരി പ്രസംഗക എന്ന പരിവേഷമുണ്ട്. കാടിളക്കാൻ തക്ക ശേഷിയും പ്രാഗൽഭ്യവുമുള്ള BJP-യിലെ ഒരു സീനിയർ വനിതാ നേതാവാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. മുൻപൊരിക്കൽ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പാർലമെന്റിലേക്ക് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച ചരിത്രവുമുണ്ട്. അവിടെയും പരാജയമായിരുന്നു അന്ത്യം. ശ്രീമതി ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിൽ അവർക്ക് വലിയ വേരുകളുണ്ട് എന്ന് പറയാൻ സാധ്യമല്ല. ആലപ്പുഴയുടെ മണ്ണ് അവർക്ക് അത്ര പരിചയമുള്ള മണ്ണല്ല. ആലപ്പുഴയിലെ ജനങ്ങൾക്കും വൈകാരികമായി ഒരു ബന്ധം ശ്രീമതി ശോഭാ സുരേന്ദ്രനോടില്ല. കാരണം അവരുടെ കർമ്മരംഗമായിരുന്നില്ല ഒരിക്കലും ആലപ്പുഴ. അവരൊരു അതിഥി സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് എന്നത് കാണാതെ പോകരുത്. എന്നാലും BJP സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ മുൻനിരയിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് BJP നേതൃത്വം അവരുടെ പിന്നിൽ ശക്തമായി അണിനിരന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ എല്ലാ തന്ത്രങ്ങളും BJP അവിടെ പ്രയോഗിക്കും. പ്രചാരണ രംഗത്ത് വലിയ കാടിളക്കമുണ്ടാകും. വലിയ തരത്തിൽ ഹൈ വോൾട്ടേജ്
പ്രചാരണമായിരിക്കും ആലപ്പുഴയിൽ ഉണ്ടാകാൻ പോകുന്നത്. എന്നാൽ ആ പ്രചരണം കൊണ്ടൊക്കെ ആലപ്പുഴയിലെ ജനങ്ങളെ മറിച്ച് ചിന്തിപ്പിക്കാൻ BJPക്ക് സാധിക്കുമെന്ന് കരുതുക വയ്യ. അവിടെയും ഒരളവിൽ പറഞ്ഞാൽ യഥാർത്ഥ മത്സരം UDFും LDFും തമ്മിലാണ്. നിലവിലുള്ള MP നേരിടുന്നത് മറ്റൊരു MP കൂടിയാണ് എന്ന് പറയുന്ന വിശേഷതയും അവിടെയുണ്ട്. ശ്രീ KC വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ MP ആണ്. അദ്ദേഹം ഇവിടെ ജയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രാജസ്ഥാൻ രാജ്യസഭാ അംഗത്വം നഷ്ടപ്പെട്ടു പോകും, അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും എന്നുള്ളതൊക്കെയാണ്. അത് രണ്ടാമത്തെ കാര്യം. ഏതായാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് ശ്രീ KC വേണുഗോപാലിനെ തന്നെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയായി നിയോഗിച്ചപ്പോൾ എല്ലാം കണ്ടുകൊണ്ടാണ് അത് ചെയ്തത് എന്ന് തന്നെ വേണം കരുതാൻ. അതുകൊണ്ട് യഥാർത്ഥ മത്സരം LDFും UDFും തമ്മിൽ തന്നെ ആയിരിക്കും. എന്നാൽ BJPയും അവിടെ ആവുന്നത്ര ശക്തിയോടുകൂടെ ഒരു പ്രകടനം കാഴ്ചവെക്കും എന്നും വേണം നാം കാണേണ്ടത്.